കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രഭാതം കൂടെ കണ്ട് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം ഇടവരുത്തിയ ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയത്തോടുകൂടെ ഈ പ്രഭാത സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കർത്താവിൽ ആശ്രയിച്ചെത്തിരിക്കുകയാണ്. തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത് വാക്യം. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്നെണ്ണി ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ തൻ്റെ ശുശ്രൂഷ പാടവം എന്താണ്, അല്ലെങ്കിൽ എന്തിനാണ് ദൈവം എന്നെ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചത് എന്നുള്ളൊരു ചിന്ത അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനോട് കൈമാറുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട്, കർത്തൃദാസന്മാരോട് ഞാൻ പറയട്ടെ, കർത്താവ് വിളിക്കാത്ത ഒരാളിനും ഈ ശുശ്രൂഷയുടെ മുഖത്തായിരിക്കാൻ തക്കവണ്ണം കഴിയത്തില്ല. ഒരു വിശ്വാസി ആയിട്ട് ഇരിക്കണമെങ്കിൽ പോലും കർത്താവ് വിളിച്ചെങ്കിൽ മാത്രമേ നമുക്കതിനെ നിൽക്കുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. ഇല്ല എങ്കിൽ പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ പലരും വീണു പോകാറുണ്ട്, അല്ലേ? പലപ്പോഴും പലരും താണു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മുടെ ജീവിതാനുഭവങ്ങളിലേക്ക് നമ്മൾ കടന്നു വന്നാൽ നമ്മോടൊപ്പം സ്നാനപ്പെട്ടവർ, നമ്മളോടൊപ്പം അഭിഷേകം പ്രാപിച്ചവർ, നമ്മളോടൊപ്പം രക്ഷിക്കപ്പെട്ടവർ, നമ്മളോടൊപ്പം ശുശ്രൂഷയിലേക്ക് വന്നവർ, സ്തോത്രത്തിലേക്ക് നമ്മോടൊപ്പം ബൈബിൾ സ്കൂളിൽ പഠിച്ചവർ പലരും ഇന്ന് കളത്തിലില്ല, പലരും വേദിയിലില്ല. സ്തോത്രം, പലരും അവർ അരങ്ങൊഴിഞ്ഞു മാറി. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ നമ്മളെ കാത്തൊരു ദൈവമാണ് എന്നു അതിന് ഏക കാരണമെന്ന് പറയുന്നത് ഈ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു വാക്കാണ്. രണ്ട് ചിന്തകൾ അവിടെ ഉണ്ട്. ഒന്ന്, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്നെണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയത്. സ്തോത്രം. ഒന്ന്, അവൻ നമ്മെ ശുശ്രൂഷയ്ക്ക് ആക്കി. രണ്ട്, ശുശ്രൂഷയ്ക്ക് ആക്കിയത് മാത്രം പോരാ, പകരം ദൈവശക്തി നമുക്ക് അനിവാര്യമാണ്. സ്തോത്രം. ദൈവശക്തി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. ഏത് പ്രതിസന്ധികളെയും ഏത് പ്രതിബന്ധങ്ങളെയും അതിജീവിപ്പാൻ നമുക്ക് ആവശ്യം ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വെളിപ്പെട്ട് വരിക എന്നുള്ളതാണ്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8-ാമത് വാക്യം നമ്മൾ വായിക്കുന്ന സമയത്ത്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലെല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ പോയി എൻ്റെ സാക്ഷികൾ ആകുവീൻ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലേ? സ്തോത്രം. അപ്പോൾ സാക്ഷിയാകണമെങ്കിൽ ആവശ്യം ദൈവശക്തിയാണ്. ദൈവശക്തി ഇല്ലാതെ നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. കർത്താവിൻ്റെ സാക്ഷിയ വാക്കുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്നുള്ളത് സത്യമല്ലേ? സ്തോത്രം. അതാണ് അതിൻ്റെ ആഴമെന്ന് പറയുന്നത്. അപ്പം ദൈവശക്തി നമ്മുടെ ജീവിതത്തിനകത്ത് അനിവാര്യമാണ്. 2 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ തിമോഥെയോസിനോട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എൻ്റെ മകനെ, ക്രിസ്തയേശുവിലെ കൃപയാൽ നീ ശക്തിപ്പെടുക. അപ്പം ദൈവശക്തി നമുക്ക് അനിവാര്യമാണ്. ദൈവശക്തി ഉണ്ടെങ്കിലേ ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. ഇവിടെ പറഞ്ഞ പൗലോസ് അപ്പോസ്തലന്റെ ലേഖനത്തിനകത്ത് 1-ാം ലേഖനം അതിൻ്റെ 12-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തയേശു എന്ന നമ്മുടെ കർത്താവ്. അപ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് ശക്തി എന്ത് ചെയ്തു തന്നു. നീ വിശ്വാസത്തിൽ വീണു പോകാതിരിക്കുന്ന, ശുശ്രൂഷയിൽ നീ തകർന്നു പോകാതിരിക്കുന്ന, വെല്ലുവിളികൾ ഇല്ലാഞ്ഞിട്ടല്ല, പ്രയാസമില്ലാഞ്ഞിട്ടല്ല, പ്രതിസന്ധികൾ വരാഞ്ഞിട്ടല്ല, ഒറ്റപ്പെടുത്തലുകൾ, മരുഭൂമിക്ക് സമമായ വിഷയങ്ങൾ, അപവാദങ്ങൾ, നിന്ദകളും പരിഹാസങ്ങളും പഴികളും ദുഷികളും നിന്റെ ജീവിതത്തിൽ കടന്നു വരാഞ്ഞിട്ടല്ല. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്? ഒന്ന്, കർത്താവ് നമുക്ക് ശക്തി നൽകിയത് കൊണ്ടാണ്. ഇതിനൊക്കെ അതിജീവിപ്പാൻ ആവശ്യമായ ഒരു ശക്തി കർത്താവ് നമുക്ക് നൽകി. ഒന്നുകൂടെ ഇറങ്ങി ഞാൻ പറയാം. യോഹന്നാൻ എന്ന അപ്പോസ്തലനെ, സ്തോത്രം, പത്മോസിന്റെ ഏകാന്തതയിലേക്ക് അന്നത്തെ ഭരണാധികാരി തള്ളിവിടുമ്പോൾ ഒറ്റ ലക്ഷ്യമേ അവർക്കുണ്ടായിരുന്നുള്ളൂ, ഇവനെ തകർക്കുക, ഇവനെ കൊല്ലുക. എൻ്റെ ചിന്തയിൽ ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. അവർ പത്മോസിലേക്ക് യോഹന്നാനെ വിടുവാൻ തയ്യാറാകുന്ന ആ സമയത്ത്, സ്തോത്രം, പത്മോസിനെ അതിജീവിക്കുന്ന ഒരു ശക്തി ദൈവം യോഹന്നാന്റെ അകത്ത് കൈമാറി. സ്തോത്രം. അതുകൊണ്ടാണ് ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ, സ്തോത്രം, പത്മോസിന്റെ ഏകാന്തതയിലേക്ക് പോയി ഒരാൾ പോലും ഉയിരോടെ തിരിച്ചു വന്നിട്ടില്ല. തിരിച്ചു വന്നത് യോഹന്നാൻ മാത്രമാണ്. കാര്യം, രാജാവ് യോഹന്നാനെ നാടുകടത്താൻ, പത്മോസിലേക്ക് നാടുകടത്താൻ പദ്ധതിയിടുമ്പോൾ തന്നെ ദൈവത്തിന്റെ ശക്തി സ്തോത്രം യോഹന്നാന്റെ മേൽ വന്നിരുന്നു. എന്തിന്? പത്മോസിനെ അതിജീവിപ്പാൻ. ഏത് പ്രയാസവും നമ്മൾ അതിജീവിക്കാൻ ദൈവശക്തി ഉണ്ടെങ്കിൽ
ആ ദൈവശക്തി പ്രാപിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുക, ശുശ്രൂഷയിൽ തുടരാം, വിശ്വാസ ജീവിതത്തിൽ തുടരാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, അവിടുത്തെ ശക്തി ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളുടെ മേൽ പകരണമേ. അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. കഷ്ടതകളെ, പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ അതിജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപ അവിടെ ഞങ്ങളുടെ മേൽ പകർന്നു മാനിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കും. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.